ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു സ്ഥലത്തേക്ക് പോവാണ്. എൻ്റെ മൂത്താപ്പാടെയും മൂത്തമ്മാടെയും കൂടെയാണ് ഞാൻ പോണത്. എൻ്റെ കൂടെ കസിൻസ് ഉണ്ട്. ഇത് ജന്ന, പിന്നെ ഇത് ജെസ് ഉണ്ട് കേട്ടോ അപ്പുറത്ത്. അത് ജെസ്സ. അപ്പം ഞങ്ങളിവിടെ യാസ്മാൾക്ക് വന്നിക്കുകയാണ്. ഇവിടെ കിഡ്സാനി എന്ന് പറഞ്ഞിട്ട് ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോവാണ് ഞങ്ങൾ. അവിടെ കുറേ ആക്ടിവിറ്റി ഏരിയാസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് പോയത് ഷോപ്പിങ്ങിനാണ്. അപ്പം ഞങ്ങൾ ആദ്യം ട്രോളി എടുത്ത്, എന്നിട്ട് അവിടുത്തെ ഒരാൾ ഷോപ്പിംഗ് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിലത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങണം. പാരൻസിന് എല്ലാവർക്കും ഒന്നും കയറാൻ പറ്റൂല. എൻ്റെ കൂടെ മൂത്തമ്മയാണുള്ളത്. അപ്പോൾ മൂത്തമ്മയാണ് ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തന്നത്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. കാരണം പാരൻസ് അല്ല കൂടുതൽ ഷോപ്പിങ്ങിന് പോയൊക്കെ ഷോപ്പിംഗ് ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ലിസ്റ്റ് തന്നപ്പോൾ അതിലത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ നല്ല ഇഷ്ടമായി. ഞങ്ങൾ നല്ല ഇൻട്രസ്റ്റ് തന്നെ സാധനങ്ങൾ എടുത്ത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ മൂത്തമ്മ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇവിടെ കാണുന്ന സാധനങ്ങളൊക്കെ ഒറിജിനൽ അല്ല കേട്ടോ, ഡമ്മിയാണത്. അപ്പം എൻ്റെ ലിസ്റ്റിൽ 3 പൊട്ടാറ്റോസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ 3 പൊട്ടാറ്റോസും ട്രോളിയിൽ വെച്ച്. ജസയും ജെന്നെ എൻ്റെ പോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിൽ തന്നെ സാധനങ്ങൾ നോക്കി കണ്ടുപിടിക്കുകയാണ്. ഒരു സൂപ്പർ മാർക്കറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുത്ത്. എന്നാലും ഞങ്ങൾ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ ബില്ല് ചെയ്യാൻ കൊടുത്ത്. അടുത്ത് ഞങ്ങൾ ഒരു ഏവിയേഷൻ അക്കാഡമിക്കാണ് പോയത്. ഒരു എയ്റോപ്ലെയിന് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. കോർപ്പിറ്റും ഇവിടെ ഉണ്ട്. പൈലറ്റിൻ്റെ യൂണിഫോമും അവിടെ തരും. അപ്പം ഞങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ട് എയ്റോപ്ലെയിൻ ഫ്ലൈ ചെയ്തു. ക്യാപ്റ്റൻ ജെസ്സും ക്യാപ്റ്റൻ ജെന്നെ അപ്പുറത്തിരുന്ന് ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പുറത്തിരുന്ന് ഫ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്ത് ഞങ്ങൾ എവിടെ പോവാന്ന് നോക്കി നടക്കായിരുന്നു. ഇവിടെ റോഡും ട്രാഫിക്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റൽ കണ്ടപ്പോൾ അവിടെ കയറി. ഇവിടുത്തെ യൂണിഫോമൊക്കെ തന്നു. ഞങ്ങൾ ആംബുലൻസിൽ കയറി. എന്നിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ബേബി കെയറിൽ കയറി. എനിക്ക് അവിടുന്ന് ഒരു ബേബീനെയും കിട്ടി. അടുത്ത ഞങ്ങൾ ഒരു സലൂൺ കണ്ടു. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമായി. പിന്നെ ഞങ്ങൾ ഫയർ ഫൈറ്ററായി. അവിടുന്ന് യൂണിഫോം തന്നു. എന്നിട്ട് ഞങ്ങൾ ഫയർ ട്രക്കിൽ കയറി റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വന്നു. ഇവിടുത്തെ ആക്ടിവിറ്റീസിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫയർ ഫൈറ്റർ ആയതാണ്. അവിടെയുള്ള അങ്കിൾ നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രസമുണ്ടായിരുന്നു.
ഞങ്ങൾ ആനിമേഷനിൽ കയറി. പിന്നെ ഞങ്ങൾ ക്ലീനിങ് ഒക്കെ ചെയ്തു. ഞങ്ങൾ പോലീസായി. പോലീസിൻ്റെ യൂണിഫോമൊക്കെ തന്നു. എന്നിട്ട് പോലീസിൻ്റെ ഡ്യൂട്ടീസൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ബ്ലൂ ലൈറ്റിൽ നോക്കാൻ പറഞ്ഞു. എന്നിട്ട് എവിടെയും തൊടാതെ പോകാൻ പറഞ്ഞു. ആ റൗണ്ട് അടിക്കണത് കണ്ടോ, അതുകൊണ്ട് നമുക്ക് സ്പേസിൽ പോകുന്ന പോലെ തോന്നും. അവിടെ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കളിക്കാം ഡാൻസ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഡാൻസൊക്കെ കളിച്ച്. ഞങ്ങൾ മാളിൻ്റെ അകത്തും കുറച്ച് നേരം കറങ്ങി. അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായി വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോകണം. കാരണം നല്ല വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അവിടെ. ഈ കിഡ്സാനി ഉള്ളത് അബുദാബി യാസ് മാളിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ബൈ.